ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവനോ ഒരുപാട് സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു. ഇത് തിരുവെഴുത്തിലെ ഒരു വേദഭാഗമാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 21-ാമത്തെ വചനത്തിൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഈ വഷളത്വം വിട്ട് നീ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ച് കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് പത്രോസ് അപ്പൊസ്തലൻ ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞ വാക്കുകളാണ്. ശമരിയ പട്ടണത്തിൽ വലിയ ഉണർവ് നടക്കുന്നു. അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഫിലിപ്പോസ് എന്ന സുവിശേഷകനാണ്. പട്ടണത്തിൽ വലിയ ഉണർവ് നടക്കുന്നു. ആളുകൾ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു യേശുവിനെ ആരാധിക്കുന്നു എന്ന് യെരുശലേമിലെ അപ്പൊസ്തലന്മാർ കേട്ടപ്പോൾ അവർ പത്രോസിനെയും യോഹന്നാനെയും ശമരിയ പട്ടണത്തിലേക്ക് അയച്ചു. ഫിലിപ്പോസ് സുവിശേഷം പ്രസംഗിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് വചനം കേട്ട് യേശുവിനെ കൈക്കൊണ്ട ആളുകളിൽ വന്ന് പ്രവർത്തിക്കേണ്ടതിന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കേണ്ടതിന് അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. പത്രോസും യോഹന്നാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. ഈ സംഭവം നടന്നപ്പോൾ, അതായത് അപ്പോസ്തലന്മാർ കൈവച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടപ്പോൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അടുക്കൽ കുറേയേറെ പണം കൊണ്ടുവന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനും ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നൊക്കെവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. കൃപാവരങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി പണവുമായിട്ട് വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. പണത്തിന് വാങ്ങാൻ പറ്റുന്നതാണോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ? ദൈവം ദാനമായിട്ട് നൽകുന്നതൊന്നും ആർക്കും പണം കൊടുത്ത് വാങ്ങുവാൻ സാധിക്കുന്നില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, ആത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്, കൃപാവരങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊക്കെ ആരെങ്കിലും പണം കൊടുത്താൽ കിട്ടും, പണം തന്നാൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചതിക്കപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ആകുന്നു പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കുക കൊണ്ട് നിൻ്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. നോക്കൂ, ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം, ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ദാനങ്ങളെ പണം കൊടുത്തു വാങ്ങാം എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. പണം കൊടുത്തു വാങ്ങാൻ സാധ്യമല്ലല്ലോ. ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തതുകൊണ്ട് കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അങ്ങനെയുള്ളവർ അകപ്പെടുന്നു. അവർക്ക് ആത്മീയ കാര്യത്തിൽ ഒരു പങ്കും ഓഹരിയും ലഭിക്കുന്നതല്ല. അവർ വഷളത്വം പ്രവർത്തിക്കുന്നവരാണ്. അതായത് ദൈവത്തിൻ്റെ വേലയും ശുശ്രൂഷയും ഒക്കെ പണത്തിൻ്റെ അകമ്പടിയോടെ നടത്താം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ ശുശ്രൂഷകൾ കൊണ്ട് പണമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം നേരുള്ളതല്ല. ദൈവത്തെയും മനുഷ്യനെയും സേവിക്കേണ്ടതിന്, മനുഷ്യരെ കർത്താവിലേക്ക് നടത്തേണ്ടതിന് ദൈവം തരുന്ന ആത്മദാനങ്ങൾ, വരങ്ങൾ, അത് പണമുണ്ടാക്കാനുള്ള ഉപാധിയായിട്ട് ആരും കാണരുത്. ഇന്ന് നിർഭാഗ്യവശാൽ ദൈവം
കൊടുത്ത ദാനങ്ങൾ വിറ്റ് പണമുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പങ്കാളിത്തമുണ്ടാവില്ല. അവർ ആ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അവരുടെ ഹൃദയം ദൈവത്തിന് നേരുള്ളതല്ല. അവർ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നവരാണ്. ഇത് കേട്ട് ഭയപ്പെട്ട് ശീമോൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഭയം തട്ടി ശീമോന്, എങ്കിലും മാനസാന്തരപ്പെടുവാൻ താൻ തയ്യാറായില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം ചതിക്കപ്പെടാതിരിക്കണം. ദൈവത്തെ സേവിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒന്നും നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്കാകരുത്. പണമുണ്ടാക്കുവാനുള്ള ആഗ്രഹത്തോടെ ആകരുത്. ശുശ്രൂഷ വിറ്റ് നാം പണം സമ്പാദിക്കരുത്. കർത്താവിനെ വിറ്റ് സമ്പന്നനാകരുത്. ആത്മീയ കാര്യങ്ങൾ പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റരുത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ എത്രമാത്രം നാം ഭയത്തോടെ ഈ വചനത്തിന് മുമ്പിൽ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നേരോടെ നടന്ന് നീതി പ്രവർത്തിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കലും പിശാച് നമ്മളെ ചതിക്കാതിരിക്കട്ടെ. സ്വർഗപിതാവേ, ശുദ്ധഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ, നേരുള്ള ഹൃദയത്തോടെ ജീവിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.